ഹോട്ടൽ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ രേഖാമൂലം പരാതി തന്നാൽ വകുപ്പ് മന്ത്രിയുമായി നേരിട്ട് ചർച്ച നടത്തുമെന്ന് സഹകരണ എക്സൈസ് മന്ത്രി എം ലിജു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കായംകുളം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മെറിറ്റ് അവാർഡും കുടുംബസംഗമവും ഓണാഘോഷ പരിപാടിയും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഹോട്ടൽ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ രേഖാമൂലം പരാതി ലഭിച്ചാൽ ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിയുമായി നേരിട്ട് ചർച്ച നടത്തുമെന്ന് എക്സൈസ് സഹകരണ വകുപ്പ് മന്ത്രി എം ലിജു പറഞ്ഞു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കായംകുളം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മെറിറ്റ് അവാർഡ് വിതരണവും കുടുംബസംഗമവും ഓണാഘോഷ പരിപാടിയും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. നമുക്ക് പറ്റാവുന്ന വ്യവസായങ്ങളെ പറ്റും. മലിനീകരണമില്ലാത്ത തരത്തിലുള്ള സർവീസ് ഓറിയന്റഡായ വ്യവസായങ്ങൾക്കാണ് കേരളത്തിൽ സാധ്യതയുള്ളത്. അപ്പോൾ കേരള സമൂഹത്തെ, കേരളത്തിൻ്റെ ഇക്കോണമിയെ മുന്നോട്ട് നയിക്കുന്നതിൽ ഹോസ്പിറ്റാലിറ്റിക്ക് വലിയ ഒരു സ്ഥാനമുണ്ട്. നമ്മുടെ മനോഹരമായ ഭൂപ്രകൃതിയും ഇത്രത്തോളം ജനങ്ങളും, ഒരു ചെറിയ സംസ്ഥാനത്ത് ഏകദേശം 4 കോടിക്ക് മുകളിൽ 4 കോടിക്ക് അടുത്ത് ജനസംഖ്യയായി. സ്വാഭാവികമായും നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ മുന്നോട്ട് നയിക്കേണ്ടത് നമ്മുടേതായ പ്രകൃതി സൗന്ദര്യത്തെ ഉപയോഗപ്പെടുത്തുകയും നമ്മുടെ ജനസംഖ്യയിലെ ഒരു കൺസ്യൂമർ സംസ്കാരം, ഉപഭോക്തൃ സംസ്കാരത്തെ ഫലപ്രദം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മാത്രമേ നമ്മുടെ സംസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ഭക്ഷണ സംസ്കാരം റെസ്റ്റോറൻറ്റുകൾക്കും ഹോട്ടലുകൾക്കുമുള്ള സ്ഥാനം നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലും നമ്മുടെ എംപ്ലോയ്മെൻറ്റ് ജനറേഷനിലും വളരെ വളരെ വലുതാണ്. ഇവിടെ ബഹുമാനായ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. കാലാനുസൃതമായ മാറ്റം നിയമങ്ങൾ ഉണ്ടാകണം എന്നത് ഏറ്റവും അനിവാര്യമാണ്. സംസ്ഥാനത്തെ ഒരു മന്ത്രിസഭാംഗം എന്ന നിലയിൽ, കായംകുളത്തിലെ ജനപ്രതിനിധി എന്ന നിലയിൽ ഇന്നിവിടെ നടന്ന സമ്മേളനത്തിൽ നിങ്ങൾ ഈ വിഷയങ്ങളൊന്ന് ക്രോഡീകരിച്ച് എന്തൊക്കെ മാറ്റങ്ങളാണോ വരുത്തണം എന്ന് നിർദ്ദേശിച്ച് അതുമായി ബന്ധപ്പെട്ട ഒരു റെപ്രസെൻറ്റേഷൻ നൽകിയാൽ തീർച്ചയായിട്ടും സംസ്ഥാന മുഖ്യമന്ത്രിയുടെയും ഭക്ഷ്യമന്ത്രിയുടെയും ശ്രദ്ധയിൽ ഈ വിഷയം പെടുത്തി കാലാനുസൃതമായി നിയമങ്ങളിൽ മാറ്റം വരുത്തണമെന്നൊരാവശ്യം തീർച്ചയായിട്ടും ഉന്നയിക്കുമെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് അതെന്തൊക്കെയാണോ, നിയമങ്ങളിൽ എന്തൊക്കെയാണ് മാറ്റം ആവശ്യമാകുന്നത്, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ സമീപനത്തിൽ നിന്ന് എന്ത് മാറ്റമാണ് വരേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരു റെപ്രസെൻറ്റേഷൻ നൽകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. പ്രസിഡന്റ് എ നൌഷാദ് അധ്യക്ഷനായി. നമ്മുടെ ക്ലീൻ സിറ്റി ശ്രീകുമാർ സാറിനോട് ഒക്കെ നമ്മൾ കൂട്ടായിട്ട് ചെന്നൊരു കാര്യം പറയുമ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ അവരിടപെടും. ഇന്നോളം അതുണ്ടായിട്ടുണ്ട്, നാളെയും അതുണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുക. കാരണം നമ്മൾ ഒരാൾ നേരിടുന്ന പ്രശ്നവും ഒന്നിച്ച് നേരിടുന്ന പ്രശ്നവും രണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഞാൻ കൂടുതലൊന്നും അതിനെക്കുറിച്ച് പറയുന്നില്ല. ഞാൻ സെക്രട്ടറി ഇത്രയും നീട്ടി പറഞ്ഞതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും പറയാൻ എനിക്ക് ഇനിയും വാക്കുകളില്ല. അത് മാത്രമല്ല, ഈ പ്രമുഖ വ്യക്തിത്വങ്ങളൊക്കെ അവരുടെ സമയം ഞായറാഴ്ചയായിട്ട് സമയം ക്രമീകരിച്ച് അവർ വന്നവരാണ്. സംസ്ഥാന പ്രസിഡന്റ് ജി ജയപാൽ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പ്രസിഡന്റ് നാസർ ബി താജ് സുരക്ഷാ പദ്ധതിയുടെ വിവരണം നിർവഹിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സരയ്ക്ക് ആദരവ് നൽകി. സെക്രട്ടറി സത്താർ നൂറുദ്ദീൻ, ജോയിന്റ് സെക്രട്ടറി എബിൻ കോശി, ട്രഷറർ പ്രവീൺ കുമാർ, ഡിവൈഎസ്പി രാജപ്പൻ റാവുത്തർ, ബിജു നസറുള്ള, നിസാം കാവിൽ, എസ് കേശുനാഥ്, ശ്രീകുമാർ, റോയി മഡോണ, അഡ്വക്കേറ്റ് രതീഷ് പാലമുറ്റത്ത്, വിജയകുമാർ, എസ് കെ നസീർ, വിജയകുമാർ, ജി രമേശ്, ബദറുദ്ദീൻ, പാട്ടത്തിൽ വിവേകാനന്ദൻ, ബിജു താസ, സൈഫുദ്ദീൻ, ഹരിദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ചലച്ചിത്ര ടെലിവിഷൻ താരം പ്രശാന്ത് പുന്നപ്പുറയുടെ കോമഡി പ്രോഗ്രാമും നടന്നു. സി ഡി നെറ്റ് ന്യൂസ്, കായംകുളം.